Hello, dear students. Now let's continue the short story Weed by Amrita Preetham. Doesn't the girl know that she has been given the weed? No, he gives it her in a pan. After that, nothing satisfies her but to be with him, her man. I know, I have seen it with my own eyes. Whom did you see? A friend. She was older than me. And what happened? She went crazy. Run away with him to the city. How do you know? It was because of the weed. What else could it be? Why could she leave her parents? He brought her many things from the city, clothes, trinkets, seeds. Where does this weed come in? In the seeds. Otherwise, how could she love him? Love can come in other ways. No other way here. No other way. What her parents hated was that she was that way. Okay, now let's explain. Here is a conversation between Anguri and our author Amrita Preetham. They were talking about the concept of Anguri's education, concept of marriage, concept of love marriage. Anguri considered education as a sin for village women. Then, marriages of girls in the village are decided by the girl's parents. A girl has no right or chance to see her husband before the marriage. After that, Anguri believed that love marriages being caused by the weed given to a girl by the man when she ate it. She was tempted to leave her parents and elope with him. There are three concepts about Anguri. Anguri's ideas on women's education. According to Anguri, Anguri considered it is a sin for women to be educated. എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള അങ്കൂരിൻ്റെ ഐഡിയ എന്താണ്? എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം നേടുക എന്നതൊരു കുറ്റകരമായ കാര്യമാണ് വില്ലേജിലെ സ്ത്രീകൾക്ക്. ദെൻ അങ്കൂരീസ് ഐഡിയാസ് ഓൺ മാരേജ് ഇൻ ഹർ വില്ലേജ്. മാരേജിനെ കുറിച്ചിട്ടുള്ള അങ്കൂരിയുടെ കോൺസെപ്റ്റ് എന്താണ്? മാരേജസ് ഓഫ് ഗേൾസ് ഇൻ ദ വില്ലേജ് were decided by the girl's parents. A girl had no right or chance to see her husband before the marriage. മാരേജ് കുട്ടികളുടെ വിവാഹം തീരുമാനിക്കുന്നത് പാരൻസ് ആണ്. ഒരൊറ്റ ഗേളിനും ഒരവകാശമില്ല അവരുടെ ഹസ്ബൻഡിനെ കണ്ടെത്താൻ കല്യാണത്തിൻ്റെ മുന്നേ. അപ്പോൾ പാരൻസ് കുറേ സീഡ്സും കാര്യങ്ങളൊക്കെ ഒരു ആൺകുട്ടിയുടെ കാൽക്കൽ വെക്കും. ആ കുട്ടിയായിരിക്കും ആ ഹസ്ബൻഡായിരിക്കും ആ കുട്ടിയെ കല്യാണം കഴിക്കേണ്ടത്. ദെൻ അങ്കൂരീസ് കോൺസെപ്റ്റ് ഓഫ് ലവ് മാരേജ്. ഇനി നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ പറയാൻ പോകുന്നത് അങ്കൂരിയുടെ ലവ് മാരേജിനെ കുറിച്ചിട്ടുള്ള കോൺസെപ്റ്റാണ്. നമ്മുടെ റൈറ്റർ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ പ്രേമവിവാഹങ്ങളൊക്കെ നടക്കാറുണ്ടോ? അതിൽ അങ്കൂരിയുടെ വിശ്വാസം, അങ്കൂരി believed that love marriages being caused by the weed given to a girl by the man when she ate it, she was tempted to leave her parents and elope with him. ആ ഒരു വീട് എന്ന് പറഞ്ഞൊരു ഒരു ചെറിയ പുല്ലുണ്ട്, അത് കൊടുത്തിട്ടാണ് ലവ് മാരേജ് നടക്കുക. ആ ആൺകുട്ടി ഒരു പെൺകുട്ടിക്ക് വീട് കൊടുക്കും. ആ വീട് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചതിന് ശേഷം ആ ആൺകുട്ടിയുടെ കൂടെ അങ്ങോട്ട് ഈ പെൺകുട്ടി കൂടാണ് ചെയ്യുക. എന്നിട്ട് അവളുടെ പാരൻസിന് ഒഴിവാക്കിയിട്ട് അയാളുടെ കൂടെ ചാടിപ്പോവാണ് ചെയ്യാറുള്ളത്. നമുക്ക് നോക്കാം. Doesn't the girl know that she has been given the weed? ആ വീട് കൊടുത്തതാണെന്ന് അവൾക്കറിയില്ലേ? No, he gives it to her in a pan. അല്ല, അവൾക്കറിയില്ല അത് അങ്ങനെ ഒരു സംഭവമാണ് കൊടുക്കുന്നതെന്ന്. അതൊരു പാനിൽ, ഒരു പാത്രത്തിലാക്കിയിട്ടാണ് കൊടുക്കുക. After that, nothing satisfies her but to be with him, her man. I know, I have seen it with my own eyes. എനിക്കറിയാം, ആ വീട് കഴിച്ചു കഴിഞ്ഞാൽ അവൾക്ക് വേറെ ഒന്നും വേണ്ട, അയാളെ കൂടെ തന്നെ പോവാനും അയാളെ സ്നേഹിക്കാനും മാത്രമേ തോന്നുള്ളൂ. ഐ ഹാവ് സീൻ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഈ ഒരു സംഭവം. ഹൂം ഡിഡ് യു സീ, ആരെയാണ് നീ കണ്ടത്? എ ഫ്രണ്ട്, ഷി വാസ് ഓൾഡർ ദാൻ മീ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾക്ക് എന്നെക്കാളും വയസ്സുണ്ട്, അവൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് വാട്ട് ഹാപ്പൻഡ്, എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഷീ വെൻറ്റ് ക്രേസി, റൺ അവേ വിത്ത് ഹിം ടു ദ സിറ്റി. അവൾക്ക് ഭ്രാന്തായിട്ട് അവൾ എന്ത് ചെയ്തു? സിറ്റിയിലേക്ക് അയാളെ കൂടെ ഓടിപ്പോയി. ഹൗ ഡിഡ് യു നോ? ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദ വീഡ്. എങ്ങനെ നിനക്ക് മനസ്സിലായി ഇത് ആ വീട് കഴിച്ചിട്ടാണെന്നുള്ളത്? എങ്ങനെ നിനക്ക് മനസ്സിലായി? ഹൗ ഡു യു നോ ദാറ്റ്?
What else could it be? Why could she leave her parents? He brought her many things from the city, clothes, trinkets, seeds. അയാൾ അത് കൊടുത്തതിന് ശേഷം അവൾ അവളുടെ പാരൻസിനെ ഒഴിവാക്കി അല്ലേ? എന്തിനാണ് അവൾ പാരൻസിനെ ഒഴിവാക്കിയത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഹീ ബ്രോട്ട് ഹർ മെനി തിങ്സ് ഫ്രം ദ സിറ്റി. സിറ്റിയിൽ നിന്നും ഇഷ്ടം പോലെ സാധനങ്ങൾ അയാൾ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തു. തുണി, ട്രിങ്കറ്റ്സ്, ആഭരണങ്ങൾ, സീഡ്സ്, ഇതെല്ലാം സിറ്റിയിൽ നിന്നും അയാൾ അവൾക്ക് കൊണ്ടുകൊടുത്തു. വേർ ഡസ് ദ വീഡ് കം ഇൻ? എവിടുന്നാണ് ഈ വീട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായത്? ഇൻ ദ സീഡ്സ്, അതർവൈസ് ഹൗ കുഡ് ഷീ ലവ് ഹിം? ഇത് സീഡ്സിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ സ്നേഹിക്കാൻ കഴിയോ? ഹൗ കുഡ് ഷീ ലവ് ഹിം? സീഡ്സ് ആയിട്ടാണല്ലോ അവൾക്ക് സ്നേഹം ഉണ്ടാവുന്നത് ഈ വീട് കഴിച്ചതിന് ശേഷം. ലവ് ക്യാൻ കം ഇൻ അതർ വേസ്, നോ അതർ വേ ഹിയർ. സ്നേഹം, പ്രേമവിവാഹങ്ങൾ വേറൊരു രീതിയിലും ഇവിടെ വരാറില്ല. വീട് കൊടുത്ത് അത് കഴിച്ചവർ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ പ്രേമവിവാഹങ്ങൾ നടക്കാറുള്ളത്. No other way. What her parents hated was that she was that way. എന്തുകൊണ്ടാണ്, പിന്നെ എന്തിനാണ് പാരൻസ് വെറുത്ത ആ വഴിയിലേക്ക് അവൾ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഹാവ് യു സീൻ ദ വീഡ്? നീ വീട് കണ്ടിട്ടുണ്ടോ? നോ, ദേ ബ്രിങ് ഇറ്റ് ഫ്രം ഫാർ കൺട്രി. മൈ മദർ വാണ്ട് മീ നോട്ട് ടു ടേക്ക് എ പാൻ ഓർ സീഡ്സ് ഫ്രം എനി വൺ. മെൻ പുട്ട് the weed in them. You were very wise. How come your friend ate it? To make herself suffer, she said sternly. The next comment, her face clouded. Perhaps in remembering her friend crazy, she went crazy, the poor thing, she said sadly. Never combed her hair, singing all night. What did she sing? I don't know. They all sing when they eat the weed, cry too. The conversation was becoming a little too much to take, so I retired. ഈ കോൺവെർസേഷൻ വരിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്കൂരി നമ്മുടെ ഓതറും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ചോദിക്കുകയാണ്, ഹാവ് യു സീൻ ദ വീഡ്? നീ വീട് കണ്ടിട്ടുണ്ടോ? നീ ആ ചെറിയ പുല്ല് കണ്ടിട്ടുണ്ടോ? നോ, ദേ ബ്രിങ് ഇറ്റ് ഫ്രം ഫാർ കൺട്രി. അത് ഇവിടെ നിന്നും കിട്ടൂല, അത് ദൂരെയുള്ള കൺട്രിയിൽ നിന്നാണ് കൊണ്ടുവരാറുള്ളത്. മൈ മദർ വാണ്ട് മീ നോട്ട് ടു ടേക്ക് എ പാൻ ഓർ സീഡ്സ് ഫ്രം എനി വൺ. എൻ്റെ അമ്മ എന്നോട് വാണിങ് തന്നിട്ടുണ്ട്, ആണുങ്ങളെ അടുത്തിൽ നിന്നും ആരൊരു പാനിൽ ആര് സീഡ്സ് തന്നാലും ഒരിക്കലും വാങ്ങരുത്. ഒരു പാന് തന്നാലും വാങ്ങരുത്, പാത്രത്തിലോ എന്തെങ്കിലും തന്നാലും വാങ്ങരുത്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ മക്കളോട് പറയാറില്ലേ, ചെറിയ മക്കളോട് സ്കൂളിൽ പോകുന്ന സമയത്ത് മിഠായി ഒന്നും കാണിച്ച് ആരെങ്കിലും തന്നാൽ അത് വാങ്ങരുത് എന്ന് പറയാറില്ലേ? അതുപോലെ ഈ അമ്മ മകളോട് പറയാറുണ്ട്, പാനിൽ സീഡ്സ് തന്നാൽ നീ വാങ്ങരുത് എന്ന് അമ്മ മകളോട് പറയാറുണ്ട് എന്ന് അങ്കൂരി പറയാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ മെൻ പുട്ട് ദ വീഡ് ഇൻ ദം. ആണുങ്ങൾ അതിൽ എന്തിട്ടിട്ടുണ്ടാവും? വീട് കലക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട് കലർത്തിയ സീഡ്സ് ആവും. അതുകൊണ്ട് നീ വാങ്ങരുത് എന്ന് അമ്മ പറയാറുണ്ട്. യു ആർ വെരി വൈസ്. ഹൗ കം യുവർ ഫ്രണ്ട് ഏറ്റ് ഇറ്റ്? എങ്ങനെയാണ് നിൻ്റെ ഫ്രണ്ട് അത് കഴിച്ചത്? ടു മേക്ക് ഹെർസെൽഫ് സഫർ, ഷീ സെഡ് സ്റ്റേൺലി. ദ നെക്സ്റ്റ് കമന്റ് ഹർ ഫേസ് ക്ലൗഡഡ്. Next moment her face clouded. Perhaps in remembering her friend crazy, she went crazy, the poor thing, she said sadly. Never combed her hair, singing all night. എൻ്റെ ഫ്രണ്ട് അത് കഴിച്ചതിന് ശേഷം അവളുടെ മുഖം വല്ലാതായി, ക്ലൗഡായി. അവളെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ അവർക്ക് ഭ്രാന്തായി. പാവം. ഷീ സെഡ് സാഡ്ലി. വിഷമത്തോടെ അവൾ പറയാണ്, അവൾ ഒരിക്കലും അത് കഴിച്ചതിന് ശേഷം മുടി വാരാറില്ല, എല്ലാ സമയത്തും ഫുൾ ടൈം പാട്ടും പാടി ഇരിക്കാറാണ്. വാട്ട് ഡിഡ് ഷീ സിങ്? എന്ത് പാട്ടാണ് അവൾ പാടാറുള്ളത്? ഐ ഡോണ്ട് നോ. ദേ ഓൾ സിങ് വെൻ ദേ ഈറ്റ് ദ വീഡ്. അവൾ എല്ലാ സമയവും പാട്ട് പാടിയിരിക്കാറാണ് ആ വീട് കഴിച്ചതിന് ശേഷം. ക്രൈ ടു, കരയാറും ഉണ്ട്. ദ കോൺവെർസേഷൻ വാസ് ബിക്കമിങ് എ ലിറ്റിൽ ടു മച്ച് ടു ടേക്ക്. കുറേ സമയം ഞങ്ങൾ ആ കോൺവെർസേഷൻ തുടർന്നു. സോ ഐ റിട്ടയേർഡ്. അങ്ങനെ എനിക്ക് പോകാനുള്ള സമയമായപ്പോൾ ഞാൻ എന്ത് ചെയ്തു? റിട്ടയേർഡ്. ഞാൻ ആ ട്രീൻ്റെ അടിയിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും ലീവ് ചെയ്തു.
Okay, next. I found her sitting under the neem tree one day in profoundly abstracted mood. Usually one could hear Anguri coming to the well. Her angle bells would announce her approach. They were silent that day. What's the matter, Anguri? She gave me a blank look and then, recovering a little, said, Teach me reading, baby. What has happened? Teach me to write my name. Why do you want to write? To write letters? To whom? She did not answer, but was once again lost in her thought. Won't you be singing? I asked, trying to draw her out of her mood. She would not respond. I went in for an afternoon nap. When I came out again in the evening, she was still there singing sadly to herself. When she heard me approaching, she turned around and stopped abruptly. She sat with hunched shoulders because of the chill in the evening breeze. ഐ ഫൗണ്ട് ഹെർ. പിറ്റേ ദിവസം ആ ഒരു കോൺവെർസേഷൻ അവസാനിച്ച് വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ഐ ഫൗണ്ട് ഹെർ സിറ്റിംഗ് അണ്ടർ ദ നീം ട്രീ വൺ ഡേ ഇൻ പ്രൊഫൗണ്ട്ലി അബ്സ്ട്രാക്റ്റഡ് മൂഡ്. പ്രൊഫൗണ്ട്ലി മീൻസ് ഗാഢമായിട്ട് എന്തോ ചിന്തിച്ചുകൊണ്ട്, അബ്സ്ട്രാക്റ്റഡ് കെയർലെസ് ആയിട്ട് ഡീപ്പായിട്ട് എന്തോ ചിന്തിച്ചുകൊണ്ട് നീം ട്രീൻ്റെ അണ്ടറിൽ ആരിയ്ക്കുന്നുണ്ട്? നമ്മുടെ അങ്കൂരി ഇരിക്കുന്നത് കണ്ടു. യൂഷ്വലി വൺ കുഡ് ഹിയർ അങ്കൂരി കമ്മിങ് ടു ദ വെൽ. ഹെർ ആങ്കിൾ ബെൽസ് വുഡ് അനൗൺസ് ഹെർ അപ്രോച്ച്. എല്ലാ ദിവസവും അങ്കൂരി വരുന്ന സമയത്ത് അവളുടെ ആങ്കിൾ ബെൽസ് പാദസരക്കിലുക്കം കേൾക്കാറുണ്ടായിരുന്നു. ദേ വർ സൈലൻറ്റ് ദാറ്റ് ഡേ. ആ ദിവസം അത് സൈലൻ്റ് ആയിരുന്നു. കാരണം നീം ട്രീൻ്റെ അടുത്തേക്ക് അവൾ വരുന്ന സൗണ്ട് ആര് കേട്ടിട്ടില്ല? നമ്മുടെ ഓതർ കേട്ടിട്ടില്ല. വാട്ട്സ് ദ മാറ്റർ അങ്കൂരി? അങ്കൂരിയോട് ചോദിക്കുകയാണ് നമ്മുടെ ഓതർ, എന്തു പറ്റി നിനക്ക്? ഷീ ഗേവ് മീ എ ബ്ലാങ്ക് ലുക്ക് ആൻഡ് ദെൻ, റിക്കവറിങ് എ ലിറ്റിൽ, സെഡ്, ടീച്ച് മീ റീഡിങ്, ബേബി. ആ സമയത്ത് ഒരു ചെറിയ ഒരു ബ്ലാങ്ക് ലുക്കില്ലേ, ഒരർത്ഥമില്ലാത്ത എന്തോ ഒരു മാഡ്, ഒരു ക്രേസി ലുക്കാണ് അങ്കൂരി ഈ നമ്മുടെ ഓതറിലേക്ക് നോക്കിയത്. റിക്കവറിങ് എ ലിറ്റിൽ, എന്നിട്ട് ഒന്ന് ശരിയാക്കിക്കൊണ്ട്, ജസ്റ്റ് ഒന്ന് റെഡി ആവാൻ ശ്രമിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ടീച്ച് മീ റീഡിങ്, ബേബി. എന്നെ റീഡിങ് പഠിപ്പിക്കുമോ? വാട്ട് ഹാസ് ഹാപ്പൻഡ്? ടീച്ച് മീ ടു റൈറ്റ് മൈ നെയിം. എന്ത് സംഭവിച്ചു? അപ്പോൾ വീണ്ടും പറയാണ്, എന്നെ എഴുതാൻ പഠിപ്പിക്കുമോ? എൻ്റെ പേരെഴുതാൻ എന്നെ പഠിപ്പിക്കുമോ? വൈ ഡു യു വാണ്ട് ടു റൈറ്റ്? ടു റൈറ്റ് ലെറ്റേഴ്സ്. ടു ഹൂം? എന്ത് എഴുതാനാണ് നിന്നെ പഠിപ്പിക്കേണ്ടത്? ലെറ്റർ എഴുതാനാണോ? ടു ഹിം? ആർക്ക്? ഷീ ഡിഡ് നോട്ട് ആൻസർ, ബട്ട് വാസ് വൺസ് അഗെയിൻ ലോസ്റ്റ് ഇൻ ഹർ തോട്ട്സ്. Won't you be singing? I asked, trying to draw her out of her mood. She would not respond. Won't you be singing? അത് തെറ്റാവില്ലേ? അത് സിന്നാവില്ലേ? നിന്നെ എഴുതാൻ പഠിപ്പിച്ചാൽ അത് തെറ്റാവില്ലേ? ഐ ആസ്ക്, ട്രൈങ് ടു ഡ്രോ ഹെർ ഔട്ട് ഓഫ് ഹെർ മൂഡ്. അവളുടെ ആ മൂഡൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഷീ വുഡ് നോട്ട് റെസ്പോണ്ട്, ബട്ട് അവൾ എന്ത് ചെയ്തില്ല? റെസ്പോണ്ട് ചെയ്തില്ല. ഐ വെൻറ്റ് ഇൻ ഫോർ ആൻ ആഫ്റ്റർനൂൺ നാപ്പ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ അവളൊന്നും എന്നോട് സംസാരിക്കുന്നേ ഇല്ല. നല്ല വ്യത്യാസം അവളുടെ മനോഭാവത്തിലും അവളുടെ അപ്പിയറൻസിലും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ആഫ്റ്റർനൂൺ നാപ്പ്, ഞാൻ എൻ്റെ ഉച്ചയുറക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയി. വെൻ ഐ കെയിം ഔട്ട് എഗെയിൻ ഇൻ ദ ഈവനിങ്. വീണ്ടും വൈകുന്നേരം ഞാൻ തിരിച്ചു വന്നു. ഷി വാസ് സ്റ്റിൽ ദർ സിംഗിങ് സാഡ്ലി ടു ഹെർസെൽഫ്. അപ്പോൾ ഞാൻ കണ്ടത് അവൾ അപ്പോഴും സ്റ്റിൽ ദർ, അവൾ അപ്പോഴും അവിടെ തന്നെ ഉണ്ട്. സിംഗിങ് സാഡ്ലി ടു ഹെർസെൽഫ്, എന്തൊക്കെയോ വിഷമത്തോടു കൂടി പാടിക്കൊണ്ടിരിക്കുകയാണ്. വെൻ ഷീ ഹേർഡ് മീ അപ്രോച്ചിങ്, ഷീ ടേൺഡ് അറൗണ്ട് ആൻഡ് സ്റ്റോപ്പ്ഡ് അബ്രപ്റ്റ്ലി. പെട്ടെന്ന് അവൾ എന്ത് ചെയ്തു? എൻ്റെ അപ്രോച്ചിങ്ങിൻ്റെ ആ ഒരു സൗണ്ട് കേട്ട സമയത്ത്, എൻ്റെ കാൽപ്പാടുകളുടെ ശബ്ദം കേട്ട സമയത്ത് പെട്ടെന്ന് അവൾ പാട്ടൊക്കെ സ്റ്റോപ്പാക്കി. ഷീ സാറ്റ് വിത്ത് ഹഞ്ച്ഡ് ഷോൾഡേഴ്സ് ബിക്കോസ് ഓഫ് ദ ചിൽ ഇൻ ദ ഈവനിങ് ബ്രീസ്. അപ്പോൾ അവൾ ഇങ്ങനെ ഹഞ്ച്ഡ് ഷോൾഡേഴ്സ് മീൻസ് നമ്മൾ തണുപ്പുള്ള സമയത്ത് നമ്മളിങ്ങനെ വളഞ്ഞിരിക്കൂലേ, അതാണ് ഹഞ്ച്ഡ് ഷോൾഡേഴ്സ്. ആ വളഞ്ഞ ഷോൾഡേഴ്സുമായിട്ട് അവൾ തണുപ്പ് കൊണ്ട്, ചിൽ മീൻസ് കോൾഡ്, ഈവനിങ് ബ്രീസിൻ്റെ വൈകുന്നേരത്തെ ആ കാറ്റിൻ്റെ ആ തണുപ്പ് കൊണ്ട് അവളിങ്ങനെ ഷോൾഡർ വളച്ചവളിരുന്നു. You sing well, Anguri. I watched her great effort to turn back the tears and spread a pale smile across her lips. I don't know singing, but you do, Anguri.
The song your friend used to sing. I completed the sentence for her. I heard it from her. Sing it for me. She started to recite the words. Oh, it's just about the time of year of change. 4 months of winter, 4 months summer, 4 months rain. Not like that. Sing it for me. I asked. She wouldn't, but continued with the words. 4 months of winter, rain in my heart shivers, oh my love. 4 months of summer, wind shimmers in the sun. 4 months come the rain, clouds tremble in the sky. Anguri, I said loudly. She looked as if in a trance, as if she had eaten the weed. I felt like shaking her by the shoulders. Instead, I took her by the shoulders and asked if she had been eating regularly. You sing well, Anguri. നീ നന്നായി പാടുന്നുണ്ടല്ലോ. I watched her great effort to turn back the tears and spread a pale smile across her lips. അത് പറയുന്ന സമയത്ത് ഞാൻ അവളെങ്ങനെ വാച്ച് ചെയ്തു. ആ സമയത്ത് അവൾ നന്നായി ശ്രമിക്കുന്നുണ്ട് അവളുടെ ടീയേഴ്സ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് സ്പ്രെഡ് എ പെയിൽ സ്മൈൽ അക്രോസ് ഹെർ ലിപ്സ്. അവളുടെ ചുണ്ടിലേക്ക് ഒരു പെയിൽ സ്മൈൽ, ഒരു വിളറിയ ചിരി, ഒരു നല്ല ബോധത്തോടു കൂടിയല്ലാതെ ഒരു ചിരി അവളുടെ ചുണ്ടിലേക്ക് സ്പ്രെഡ് ചെയ്തു. ഐ ഡോണ്ട് നോ സിംഗിങ്. എനിക്ക് പാടാനൊന്നും അറിയില്ല. ബട്ട് യു ഡു അങ്കൂരി. പക്ഷെ നീ നന്നായി ചെയ്തല്ലോ. അപ്പോൾ അവളുടെ വാക്കുകൾ മുഴുവനാവാതെ അവൾ പറയാണ്, ദിസ് വാസ് ദ എന്തോ സംതിങ് അവിടെ പെൻഡിങ്ങിലുണ്ട് പറയാൻ. അപ്പോൾ നമ്മുടെ ഓദർ അത് കംപ്ലീറ്റ് ആക്കി കൊടുക്കുകയാണ്. ദ സോങ് യുവർ ഫ്രണ്ട് യൂസ്ഡ് ടു സിങ്. നിൻ്റെ ഫ്രണ്ട് പാടിയ ആ പാട്ട് അല്ലേ നീ പാടിയത്. ഐ കംപ്ലീറ്റഡ് ദ സെൻറ്റൻസ് ഫോർ ഹർ. അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കി കൊടുത്തു. ദിസ് വാസ് ദ സോങ് യുവർ ഫ്രണ്ട് യൂസ്ഡ് ടു സിങ് അല്ലേ എന്ന് ചോദിക്കാണ്. ഐ ഹേർഡ് ഇറ്റ് ഫ്രം ഹർ. യെസ്, ഞാൻ അവളുടെ അടുത്തിൽ നിന്നാണ് ആ പാട്ട് കേട്ടത്. സിങ് ഇറ്റ് ഫോർ മീ പ്ലീസ്, സിങ് ഇറ്റ് ഫോർ മീ. എനിക്ക് വേണ്ടി ഒന്ന് പാടൂ ആ പാട്ട്. ഷീ സ്റ്റാർട്ടഡ് ടു റിസൈറ്റ് ദ വേർഡ്സ്. അപ്പോൾ അവൾ ആ വേർഡ്സ് പറയാൻ തുടങ്ങി. ഓ, ഈസ് ജസ്റ്റ് അബൌട്ട് ദ ടൈം ഓഫ് ഇയർ ഓഫ് ചേഞ്ച്. ഇതൊന്നുമല്ല, സീസണൽ ചേഞ്ചിനെ കുറിച്ചിട്ടുള്ളൊരു പാട്ടാണ്. 4 months winter, 4 months summer, 4 months rain. 4 മാസം വിൻ്റർ, 4 മാസം സമ്മർ, പിന്നെ 4 മാസം റെയിൻ എന്നുള്ള ഒരു പാട്ടാണ്. നോട്ട് ലൈക്ക് ദാറ്റ്, സിങ് ഇറ്റ് ഫോർ മീ. ആ പറയല്ല വേണ്ടത്, നീ എനിക്ക് വേണ്ടി പാടിത്താ എന്ന് പറയാണ്. ഐ ആസ്ക്ഡ്, ഷീ വുഡിൻറ്റ് ബട്ട് കണ്ടിന്യൂഡ് വിത്ത് ദ വേർഡ്സ്. ആദ്യം അവൾ വിസമ്മതിച്ചു, പിന്നെ അവൾ പാടാണ്. 4 months of winter, rain in my heart shivers, oh my love. 4 months of summer, wind shimmers in the sun. 4 months come the rains, cloud tremble in the sky. അങ്കൂരി, ഐ സെഡ് ലൗഡ്ലി. അവൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുക, നിർത്താതെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓദർ പെട്ടെന്ന് ഉറക്കെ വിളിച്ചു, അങ്കൂരി വാട്ട് ആർ യു സിംഗിങ്? ഷീ ലുക്ക്ഡ് ആസ് ഇഫ് ഇൻ എ ട്രാൻസ്. അപ്പോൾ നമ്മൾ ഓദർക്ക് തോന്നി അവളൊരു ട്രാൻസ് മൂഡിലാണ്. ട്രാൻസ് മൂഡ് മീൻസ് പാർഷ്യൽ അൺകോൺഷ്യസ് അല്ലേ. ആ ഒരു പകുതി ബോധത്തിലും പകുതി ബോധമില്ലാത്തൊരു അബോധ മനസ്സിലും ആണെന്ന് ഇവൾക്ക് മനസ്സിലാവാൻ. ട്രാൻസ് മൂഡിൽ കേട്ടോ. അപ്പം പെട്ടെന്ന് നമ്മൾ ഓദർ വിളിക്കുകയാണ്, അങ്കൂരി ആസ് ഇഫ് ഷീ ഹാഡ് ഈറ്റൻ ദ വീഡ്. ഇവൾക്ക് തോന്നുകയാണ് ഇവൾ പറഞ്ഞ ആ വീട് നമ്മുടെ അങ്കൂരി കഴിച്ചിട്ടുണ്ടോ എന്ന് വരെ തോന്നിപ്പോയി. ഐ ഫെൽറ്റ് ലൈക്ക് ഷാങ്കിങ് ഹർ ബൈ ഷോൾഡേഴ്സ്. അങ്ങനെ ഞാൻ അവളുടെ ഷോൾഡറിൽ പിടിച്ച് കുലുക്കുകയാണ് അവളെ ബോധാവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ബോധാവസ്ഥ അങ്ങനല്ല കേട്ടോ, പാട്ട് പാടി അങ്ങോട്ട് കാട് കയറി പോവാണ്. ആ സമയത്ത് ഇങ്ങനെ ഷോൾഡറിൽ കുലുക്കിയിട്ട് ആ ട്രാൻസ് മോഡിൽ നിന്ന് മാറ്റാൻ വേണ്ടി നമ്മുടെ റൈറ്റർ ശ്രമിക്കുകയാണ്. ഇൻസ്റ്റെഡ് ഐ ടുക്ക് ഹർ ബൈ ദ ഷോൾഡേഴ്സ് ആൻഡ് ആസ്ക്ഡ് ഇഫ് ഷീ ഹാഡ് ബീൻ ഈറ്റിംഗ് റെഗുലർലി. പെട്ടെന്ന് അവളങ്ങോട്ട് പിടിച്ചിട്ട് തിരിച്ചിട്ട് ചോദിക്കുകയാണ്, വാട്ട് ഷീ ഹാഡ് ഈറ്റൻ റെഗുലർലി. നീ എന്ത് ഫുഡാണ് എന്നും കഴിക്കാറുള്ളത്? നീ ഭക്ഷണം കഴിക്കാറില്ലേ? എല്ലാ ദിവസവും നീ എന്ത് ഫുഡാണ് കഴിക്കാറുള്ളത്? She had not. She cooked for herself only, since Prabhati ate at his master's. Did you cook today? I asked. ആക്ച്വലി അവൾക്കുള്ളത് അവൾ കുക്ക് ചെയ്യാണ്. പ്രഭാതി മാസ്റ്റേഴ്സിൻ്റെ അടുത്തൊന്നും കഴിക്കും. ഇന്ന് നീ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഞാൻ ചോദിച്ചു. നോട്ട് യെറ്റ്. ഇല്ല, ഇതുവരെ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഡിഡ് യു ഹാവ് ടീ ഇൻ ദ മോർണിംഗ്? ചായ രാവിലെ കുടിക്കാറുണ്ടോ? ടീ നോ മിൽക്ക്. ഇന്ന് രാവിലെ ചായ കുടിച്ചോ? അപ്പോൾ അവൾ പറയാണ്, ടീ ചായ നോ മിൽക്ക് ടുഡേ. ഇന്ന് പാലില്ലായിരുന്നു. വൈ നോ മിൽക്ക് ടുഡേ? എന്തുകൊണ്ടാണ് മിൽക്ക് കിട്ടാതിരുന്നത്? ഐ ഡിഡിൻ ഗെറ്റ് എനി. എനിക്കൊന്നും കിട്ടിയില്ല. രാംതാര,
എന്ന് പറഞ്ഞിട്ട് എന്തോ പറയാനുണ്ട് അല്ലേ, രാംതാര എന്ന് പറഞ്ഞിട്ട് എന്തോ പറയാതിരിക്കുകയാണ്. അപ്പോൾ ഫെച്ചസ് ദ മിൽക്ക് ഫോർ യു ഐ ആഡഡ്. അപ്പോൾ അവിടെ ഞാൻ കൂട്ടിച്ചേർത്ത് കൊടുക്കുകയാണ്, അവളുടെ സെൻറ്റൻസ് ഞാൻ കംപ്ലീറ്റ് ആക്കുകയാണ്. ഫെച്ചസ് മീൻസ് ബ്രിങ്. രാംതാര ഫെച്ചസ് ദ മിൽക്ക് ഫോർ യു. രാംതാരയാണോ നിനക്ക് പാല് കൊണ്ടുവരാറുള്ളത്? ഫെച്ചസ് മീൻസ് മിൽക്ക്, ബ്രിങ്. രാംതാരയാണോ നിനക്ക് പാല് കൊണ്ടുവരാറുള്ളത്? ഐ ആഡഡ്. ഷീ നോഡഡ്. അപ്പോൾ അവൾ എന്ത് ചെയ്തു? നോഡഡ്, തലയാട്ടി. രാംതാര വാസ് ദ നൈറ്റ് വാച്ച്മാൻ ബിഫോർ അങ്കുരി മാരീഡ് പ്രഭാതി. രാംതാര യൂസ്ഡ് ടു ഗെറ്റ് എ കപ്പ് ഓഫ് ടീ അറ്റ് അവർ പ്ലേസ് അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് വാച്ച് ബിഫോർ റിട്ടയറിംഗ് ഓൺ ഹിസ് കോട്ട് നിയർ ദ വെൽ. ആഫ്റ്റർ അങ്കുരി's arrival, she made his tea at Prabhati's. Anguri and Prabhati would all have tea together sitting around the fire. 3 days ago, Ramtara went to his village for a visit. You haven't had tea for 3 days? I asked. She nodded again. And you haven't eaten, I suppose? She did not speak. Apparently, if she had been eating, it was as good as not eating at all. I remember Ramtara, good looking, quick-limbed, full of jokes. She had a way of talking with smiles trembling faintly at the corner of his lips. Anguri, yes, baby. Could it be the weed? അപ്പോൾ പാല് എന്തുകൊണ്ടാണ് ഇന്ന് പാലില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അങ്കൂരി പറയാണ്, എനിക്ക് ഇന്ന് രാംതാര അല്ലേ, ഫെച്ചസ് മിൽക്ക് ഫോർ യു, രാംതാരയാണല്ലേ നിനക്ക് പാല് കൊണ്ടുവരാറുള്ളത്. ഐ ആഡഡ്. ഷീ നോഡ്. അപ്പോൾ തല കുലുക്കി. രാംതാര വാസ് ദ നൈറ്റ് വാച്ച്മാൻ ബിഫോർ അങ്കൂരി മാരീഡ് പ്രഭാതി. രാംതാര യൂസ്ഡ് ടു ഗെറ്റ് എ കപ്പ് ഓഫ് ടീ അറ്റ് അവർ പ്ലേസ് അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് വാച്ച് ബിഫോർ റിട്ടയറിംഗ് ഓൺ ഹിസ് കോട്ട് നിയർ ദ വെൽ. അത് രാംതാര അങ്കൂരിയുടെ കല്യാണം കഴിച്ചതിന് ശേഷം, പ്രഭാതിയുമായിട്ടുള്ള അങ്കൂരിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം, രാംതാര ആക്ച്വലി ആരാണ്? നൈറ്റ് വാച്ച്മാൻ അല്ലേ, അവിടുത്തെ സെക്യൂരിറ്റിയാണ്, വാച്ച്മാനാണ്. അയാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത്, അയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട്, വാച്ച്മാൻ ജോബ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് പ്രഭാതിയുടെയും അങ്കൂരിയുടെയും കൂടെ ഒരു ചായ കുടിച്ചിട്ടാണ് പോവാറുള്ളത്. അയാൾ കോട്ട് വെക്കാൻ വേണ്ടി വരുന്ന സമയത്ത്. ആഫ്റ്റർ അങ്കൂരീസ് അരൈവൽ, അങ്കൂരി വന്നതിന് ശേഷം, ഹി മെയ്ഡ് ഹിസ് ടീ അറ്റ് പ്രഭാതീസ്. അപ്പോൾ ആദ്യമേ അവരുടെ ഒപ്പം കൂടി ചായ കുടിക്കാറുണ്ടായിരുന്ന രാംതാര അങ്കൂരിൻ്റെ വരവിന് ശേഷം, അങ്കൂരി വരുന്നതിൻ്റെ മുന്നും അവരെന്തായിരുന്നു അവിടെ നിന്നാണ് ചായ കുടിക്കാറുള്ളത്. ആഫ്റ്റർ അങ്കൂരീസ് അരൈവൽ, ആ ഒരു ചായ അവർ 3 പേരും കൂടെ ഒപ്പമാണ് കുടിക്കാറുള്ളത്. അങ്കൂരി ആൻഡ് പ്രഭാതി, അയാളും പ്രഭാതിയും അങ്കൂരിയും പിന്നെ രാംതാരയും കൂടി ഒരുമിച്ചാണ് ചായ കുടിക്കാറുള്ളത്. സിറ്റിംഗ് അറൗണ്ട് ദ ഫയറിൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ട്. 3 days ago, രാംതാര വെൻറ്റ് ടു ഹിസ് വില്ലേജ് ഫോർ എ വിസിറ്റ്. 3 ദിവസം മുമ്പ് രാംതാര അയാളുടെ നാടിലേക്ക് ഒരു വിസിറ്റിങ്ങിന് വേണ്ടി പോയതാണ്. ദാറ്റ്സ് ദ പ്രോബ്ലം ഹിയർ. ആക്ച്വലി അങ്കൂരിക്ക് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. രാംതാര പോയതാണ് അങ്കൂരിയുടെ ഈ പാട്ട് പാടലിനും ഈ സംഭവത്തിനൊക്കെ കാരണം. അപ്പോൾ ആക്ച്വലി നമ്മുടെ അങ്കൂരിയും ഈ വീടിന് അടിമപ്പെട്ടോ എന്നുള്ളൊരു സംശയം നമ്മുടെ ഓതർക്ക് ഉണ്ടാവുകയാണ്. You haven't had tea for 3 days? I asked. She nodded again. Are you haven't eaten, I suppose? She did not speak. Apparently, if she had been eating, it was as good as not eating at all. I remember Ramtara, good-looking, quick-limbed, full of jokes. He had a way of talking with smiles trembling faintly at the corner of his lips. Anguri, yes, baby, could it be the weed? Tears flowed down her face in 2 rivulets, gathering into 2 tiny puddles at the corners of her mouth. Curse on me, she started in a voice trembling with tears. I never took seeds from him, not a betel even, but tea she could not finish. Her words were drowned in the fast stream of tears. Translated from Punjabi by Rajgil.
യു ഹാവിൻറ്റ് ഹാഡ് ടീ ഫോർ 3 days. അപ്പം 3 ദിവസമായി നീ ചായ കുടിച്ചിട്ടില്ലേ? ഐ ആസ്ക്ഡ്. ഷീ നോഡഡ് എഗെയിൻ. അപ്പോഴും അവൾ തലയാട്ടി. ആൻഡ് യു ഹാവിൻറ്റ് ഈറ്റൺ. അപ്പം നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ? ഐ സപ്പോസ്. ഷീ ഡിഡ് നോട്ട് സ്പീക്ക്. അപ്പാരൻ്റ്ലി ഇഫ് ഷീ ഹാഡ് ബീൻ ഈറ്റിംഗ് ഇറ്റ് വാസ് ആസ് ഗുഡ് നോട്ട് ഈറ്റിംഗ് അറ്റ് ആൾ. അപ്പോൾ അവൾ പറയുന്നത് ഇത് കഴിക്കണതിനാട്ടി നല്ലത് നീ ഒന്നും കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഐ റിമെമ്പേർഡ് രാംതാര, ഗുഡ് ലുക്കിംഗ്, ക്വിക്ക് ലിംബഡ്, ഫുൾ ഓഫ് ജോക്സ്. അപ്പം നമ്മുടെ ലേഖികക്ക് എഴുത്തുകാരിക്കും അറിയാം ആരെക്കുറിച്ച്? രാംതാരയെക്കുറിച്ച്. രാംതാര നല്ല ഗുഡ് ലുക്കിംഗ് ആണ്, ക്വിക്ക് ലിംബഡ് ആണ്, ഫുൾ ഓഫ് ജോക്സ് അല്ലേ, നല്ല ഭംഗിയുള്ള ആളാണ് നമ്മുടെ രാംതാര. ക്വിക്ക് ലിങ്ക്ഡ്, സ്മാർട്ടാണ്, ഫുൾ ഓഫ് ജോക്സ്, നല്ല തമാശ പറയുന്ന ആളാണ് നമ്മുടെ രാംതാര. ഹി ഹാഡ് എ വേ ഓഫ് ടോക്കിംഗ് വിത്ത് സ്മൈൽസ് ട്രംബ്ലിംഗ് ഫെയിൻറ്റ്ലി അറ്റ് ദ കോർണർ ഓഫ് ഹെർ ലിപ്സ്. അയാൾ സംസാരിക്കുന്ന സമയത്ത് ഒരു പുഞ്ചിരി അയാളുടെ മുഖത്ത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരാളാണ്. ഒരു നേരിയ ഫെയിൻറ്റ്ലി അറ്റ് ദ കോർണർ ഓഫ് ദ ലിപ്സ്, ഫെയിൻറ്റ്ലി ആണ് ഒരു നേരിയ പുഞ്ചിരി അയാളുടെ മുഖത്ത് അയാൾ സംസാരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അങ്കൂരി, യെസ് ബീബി, കുഡ് ഇറ്റ് ബി ദ വീടായിരിക്കോ ഇതിന് കാരണം എന്ന് നമ്മുടെ അങ്കൂരിയോട് നമ്മുടെ ഓദർ ചോദിക്കാണ്. ആ സമയത്ത് നിന്റെ ഈ ഒരു അവസ്ഥക്ക് കാരണം വീടാണോ എന്ന് ചോദിച്ച സമയത്ത് തന്നെ ടീയേഴ്സ് ഫ്ലോഡ് ഡൗൺ ഹെർ ഫേസ് ഇൻ ടു 2 rivulets gathering into 2 tiny puddles at the corner of her mouth. റവ്ലെറ്റ്സ് മീൻസ് ചെറിയ സ്ട്രീംസ്. കണ്ണുനീര് രണ്ട് കണ്ണിലൂടെയും 2 ചെറിയ അരുവികളായിട്ട് കണ്ണുനീരൊഴുകി. ഗ്യാതറിങ് ഇൻ ടു 2 tiny puddles at the corner of her mouth. മൗത്തിൻ്റെ കോർണറിൽ 2 കുഴികളിലായി കണ്ണുനീരിങ്ങനെ തളം കെട്ടി നിന്നു എന്നാണ് പറയുന്നത്. കണ്ണിൽ നിന്നും കണ്ണുനീര് പ്രവഹിക്കാൻ തുടങ്ങി നമ്മുടെ അങ്കൂരിയുടെ. എന്നിട്ട് അവൾ പറയാണ്, കേഴ്സ് ഓൺ മീ. ഷീ സ്റ്റാർട്ടഡ് ഇൻ എ വോയിസ് ട്രംബ്ലിംഗ് വിത്ത് ടിയേഴ്സ്. കരഞ്ഞിട്ട് വിറയാർന്ന കരച്ചിലോട് കൂടി അവൾ പറയാണ്, ഞാൻ എന്ത് ചെയ്തിട്ടില്ല. ഷീ കുഡ് നോട്ട് ഫിനിഷ്. അവൾക്ക് സംസാരിച്ച് മുഴുവനാക്കാനേ പറ്റുന്നില്ല അവളുടെ സംസാരം. അവൾ പറയാണ്, ഞാൻ രാംതാരയിൽ നിന്നും ഐ നെവർ ടുക്ക് സീഡ്സ് ഫ്രം ഹിം. ഞാൻ ഒരിക്കലും അയാളിൽ നിന്ന് സീഡ്സ് വാങ്ങിയിട്ടേ ഇല്ല. നോട്ട് എ ബെറ്റിൽ. ഞാൻ അയാളിൽ നിന്നൊരു വെറ്റില പോലും എനിക്ക് കഴിക്കാനുള്ള അവൾക്ക് വെറ്റില തിന്നുന്ന ശീലം ഉണ്ടായിരുന്നു. ആ വെറ്റില പോലും ഞാൻ അയാളിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ബട്ട് ടീ, പക്ഷേ ചായ ഞാൻ കുടിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത് അല്ലേ. ഷീ കുഡ് നോട്ട് ഫിനിഷ്. പക്ഷെ അവൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഹെർ വേർഡ്സ് ആർ ഡ്രൗൺഡ് ഇൻ ദ ഫാസ്റ്റ് സ്ട്രീം ഓഫ് ടിയേഴ്സ്. അവളുടെ കണ്ണുനീര് അവളുടെ ഒരു സ്ട്രീമായി മാറി. അത്രയും അവൾ കരഞ്ഞു. പക്ഷെ അയാൾ കൊടുത്ത ചായ അവൾ പതിവായി കുടിച്ചിരുന്നു എന്ന് അങ്കൂരി സമ്മതിക്കുകയാണ് അല്ലേ. അത്രയും പറയുമ്പോഴേക്കും അവളുടെ കണ്ണിങ്ങനെ നിറഞ്ഞ് കവിയാണ്. അപ്പോൾ ആ ഒരു പ്രേമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ലവ് അഫെയർ ഉണ്ടാക്കുന്ന ആ ഒരു ചെടിയുടെ അംശം ചായയിലൂടെ രാംതാര അങ്കൂരിയുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ടിട്ടുണ്ടായിരിക്കും എന്നവൾ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു വീട് എന്ന ഒരു ഷോർട്ട് സ്റ്റോറി അവസാനിക്കുന്നത്. Here, the narrator doesn't tell anything as the reason for her tears. ഈ കരച്ചിലിന് കാരണം എന്താണെന്ന് നരേറ്റർ ഒരിക്കലും പറയുന്നില്ല നമ്മളോട് അല്ലേ. അങ്കൂരി മൈറ്റ് ഹാവ് തോട്ട് ദാറ്റ് ഷീ ഹാഡ് ഡൺ എ സിൻ ബൈ ലവിങ് രാംതാര. ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ തെറ്റ് ചെയ്തു, രാംതാര ആ വീട് തന്നത് കഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൽ പെട്ടുപോയി എന്ന് വിചാരിക്കുന്നുണ്ടാവാം. ടിയേഴ്സ് മേ ബി ദ സൈൻ ഫോർ ഗിൽറ്റി കോൺഷ്യസ് അല്ലേ. അവളുടെ ആ തെറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാവാം അവൾ കരയുന്നത്. ഇൻ ദാറ്റ് സെൻസ് ഹർ tears may be the sign of genuine love to Ramtara. However, Amrita Preetham depicts well the innocent attitude of a village girl towards love. ലവ് അഫെയറിനോടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് അമൃത പ്രീതം ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. കാര്യം നമ്മളിവിടെ പറയാൻ വിട്ടുപോയത് ആ ഒരു സോങ്, ഇതിലൊരു സോങ് ഉണ്ടല്ലോ അവളുടെ ഫ്രണ്ട് പാടുന്ന ആ സോങ്ങിൻ്റെ ഒരു തീം. ആ ഒരു സോങ്ങിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ നേച്ചർ കണക്റ്റഡ് വിത്ത് ഡിഫറെൻറ്റ് സീസൺസ്. ഓരോ സീസണിലും നേച്ചറിൽ വരുന്ന ചേഞ്ചിനെ കുറിച്ചിട്ടാണ് ആ പാട്ട്. സിംബോളിക്കലി ഇറ്റ് റെഫേഴ്സ് ദ ചേഞ്ചസ് ഹാപ്പൻഡ് ഇൻ അങ്കൂരീസ് ഹേർട്ട് ഡ്യൂ ടു ഹർ ലവ് ഫോർ രാംതാര.
അപ്പോൾ ഇതൊരു ലവ് അഫെയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അങ്കൂരിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളോടാണ് ഇത് കമ്പയർ ചെയ്തത്. രാംതാരയോടുണ്ടായിരുന്ന സ്നേഹം, ആ വാച്ച്മാനോടുണ്ടായിരുന്ന ആ സ്നേഹം എന്തൊക്കെ മാറ്റങ്ങൾ അവൾക്ക് വരുത്തി എന്നുള്ളതാണ് ആ സീസണൽ ചേഞ്ചസ് അല്ലേ. സീസണൽ ചേഞ്ചസ് എന്ത് മാറ്റങ്ങളാണ് നേച്ചറിൽ ഉണ്ടാക്കുന്നത്, അതുപോലെയാണ് ലവ് അഫെയർ ആ പെൺകുട്ടിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. ദ ഇമോഷൻസ് ഓഫ് ലവ് ക്യാൻ മേക്ക് ചേഞ്ച് ഇൻ ഹ്യൂമൻ നേച്ചർ ജസ്റ്റ് ലൈക്ക് സീസൺസ് ബ്രിങ് എബൌട്ട് ചേഞ്ചസ് ഇൻ നേച്ചർ. മനസ്സിലായോ? ദ തീം ഓഫ് സോങ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരും. തീം ഓഫ് സോങ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്റ്റോറി. ദ ഇമോഷൻസ് ഓഫ് ലവ് can make changes in human nature just like the season brings about changes in nature. സീസണ് നേച്ചറിൽ ചേഞ്ച് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇമോഷൻസ് ഓഫ് ലവും ഹ്യൂമൻ നേച്ചറിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നതാണ് ആ ഒരു സോങ്ങിൻ്റെ തീം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ അവസാനം അങ്കൂരി കേഴ്സ്ഡ് ഹെർസെൽഫ് ഇൻ എ ഫാസ്റ്റ് സ്ട്രീം ഓഫ് ടിയേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ബിക്കോസ് ഷീ വാസ് ഇൻ ഡീപ്പ് ലവ് വിത്ത് രാംതാര. ഷീ ബിലീവ്ഡ് ദാറ്റ് ദ ടീ കണ്ടെയ്ൻഡ് ദ വീഡ് ദാറ്റ് വുഡ് ഇൻഡ്യൂസ് ലവ്. ആ തന്ന ചായയിലാണ് ആ ഒരു ഇൻഡ്യൂഷൻ, ആ ലവ് ഇൻഡ്യൂസ് ചെയ്തത് എന്നവൾക്ക് മനസ്സിലായിക്കൊണ്ട് ഈ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ കുറേ കാര്യങ്ങൾ ഈ ഒരു കഥയിൽ നിന്ന് മനസ്സിലായി. ആ ഒരു അവരുടെ നാട്ടിലെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള കോൺസെപ്റ്റ്, ലവ് അഫെയറിനെ കുറിച്ചിട്ടുള്ള കോൺസെപ്റ്റ്, പിന്നെ മാരേജ് എങ്ങനെയാണ് അവരുടെ നാട്ടിൽ മാരേജ് നടക്കുന്നത്, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കഥയിലൂടെ മനസ്സിലായി, ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ മനസ്സിലായി. അപ്പോൾ ദ വീഡ് ഈസ് എ ബ്യൂട്ടിഫുൾ ഷോർട്ട് സ്റ്റോറി ഓഫ് എ വില്ലേജ് ഗേൾ കോൾഡ് അങ്കൂരി. ഓക്കെ, താങ്ക് യു, ബൈ.